റെഡിയാണോ കുട്ടാ? യെസ് കുട്ടാ, വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. സോ നമ്മളിന്ന് ഫൈനലി ജോബ് ഹണ്ടിങ്ങിന് പോവാണ്. സോ നമുക്ക് ഒരു കോണ്ടാക്ട് തന്നു, ഇന്നൊരു സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റിൽ എവിടെയോ ആൾക്കാർ തേടുന്നുണ്ടെന്ന്. സോ നമ്മൾ ആദ്യം അവിടേക്ക് പോയി നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിലേക്ക്, നമ്മുടെ വീട്ടിൽ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടന്നു പോവാണ്. ഇവിടെ പാരീസിലേക്ക് ഒരു ടിക്കറ്റ് 2 യൂറോസാണ്. ഫ്രാൻസിലേക്ക് 2.5 യൂറോസാണ്. ഇവിടെ ഫ്രാൻസിലേക്ക് 1.98 യൂറോസേ ഉള്ളൂ. 2 യൂറോയ്ക്ക് അകത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ 2.5 യൂറോ ആണ്. ഓക്കെ. അപ്പോൾ നമ്മളെന്ന് വിചാരിച്ചു, നമ്മൾ എന്തായാലും ഫുൾ ഡേ ജോബ് ഹണ്ടിങ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ 1 ഡേ പാസ് പോലെ എടുത്താണ് ഇന്ന് പോകുന്നത്. 1 ഡേ പാസ് 12 യൂറോസാണ്. 12 യൂറോസ്. നമുക്ക് മന്ത്ലി പാസ് കിട്ടും. നമ്മൾക്ക് വിചാരിച്ചു ഒരു ജോബൊക്കെ സെറ്റ് ആയിട്ട് നമുക്ക് മന്ത്ലി പാസ് പോലെ നോക്കാം. അതിനെക്കുറിച്ച് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇത് കിട്ടിയിട്ടില്ല. നമ്മൾ ഫ്രണ്ട്സോട് ചോദിക്കുകയാണ്. അപ്പോൾ അവരെ ഒരു കുട്ടി ഉണ്ട്, അവളെ എടുത്തിട്ട് നമ്മുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു, എന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുവരെ നമ്മളിങ്ങനെ ഡെയിലി പാസ് എടുക്കണം, അല്ലെങ്കിൽ ഹവർലി പാസ് എടുക്കണം. അങ്ങനെ ഇപ്പം പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഫ്രാൻസിലാണെങ്കിൽ ട്രാമും ബസ് മാത്രമേ ഉള്ളൂ. ഒരു ടിക്കറ്റ് എടുത്താൽ എവിടെ വേണം കയറാൻ പറ്റും. ഇവിടെ ട്രാം, ബസ്, മെട്രോ, ട്രെയിൻ എല്ലാം ഉണ്ട്. അപ്പം ഓരോന്നിനും ഡിഫറെന്റ് ടിക്കറ്റ്സ് ആണ്. ട്രാം, ബസ് ഒരു ടിക്കറ്റ്, മെട്രോ റെയിൽ ഒരു ടിക്കറ്റ്, വേറൊരു ടിക്കറ്റ്. അപ്പം നമുക്ക് ബസ്സിൻ്റെ ട്രാമിൻ്റെ ടിക്കറ്റ് എടുത്താൽ മെട്രോയിൽ കയറാൻ പറ്റത്തില്ല, വൈസ് വേഴ്സ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ശരി നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി അങ്ങനെ എന്തെങ്കിലും പാസ് എടുക്കാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് പാസിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ ഇയർലി പാസ് എടുക്കണമെന്നൊക്കെയാണ് ആ ആപ്പിൽ, നാവിഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനിലാണ് ഞങ്ങൾ. നമുക്ക് നമ്മളിവിടെ 4 മന്ത്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു ഇയർലി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നഷ്ടമായിരിക്കും. അതും 300 and above സംതിങ് യൂറോസ് എന്തോ ഉണ്ട് ഇയർലി പാസ് എടുക്കുമ്പോൾ. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബസ് നടന്നാണ് വന്നത്. ബസ്സിനും വരാം. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറി ആറിയാൽ അത് റോബിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഗാർഡനോറിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് വേറൊരു ട്രെയിൻ തന്നെ കയറേണ്ട. ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്, ABCD അങ്ങനെ കുറച്ച് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ ഈ ഗൂഗിൾ മാപ്പ് ത്രൂ തന്നെ ഞങ്ങൾ എല്ലാ ലൊക്കേഷൻസും നോക്കുന്നത്. അതാണ് ഹെൽപ്ഫുൾ. ഇപ്പം നമുക്ക് പെട്ടെന്ന് അറിയാത്ത ഒരാളായ കൊണ്ടൊക്കെ വരുന്നെങ്കിൽ അതാണ് എളുപ്പം. അതിനുശേഷം അവിടുന്ന് കുറച്ചൊരു മീറ്ററേ ഉള്ളൂ, 350 മീറ്ററേ ഉള്ളൂ നടക്കാൻ. ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലത്തുണ്ട്. ഞങ്ങളിപ്പോൾ മറ്റേ ഗാർഡനോറിലെത്തി. ഇവിടുന്ന് ഇനി ഗാർഡനോർ. ഇനി ഞങ്ങൾ ഇവിടുന്ന് H ട്രെയിൻ കയറണം. ഇപ്പോൾ ഞങ്ങൾ H എന്ന് പറയുന്ന മറ്റേ പോർട്ടൻസ് എന്നുണ്ട്, പോണ്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനാണ് ഇത്. എനിക്കിതിനകത്ത് ആദ്യം കയറിയപ്പോൾ എന്താ തോന്നുന്നത്, നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസ്, LED ലൈറ്റ് എല്ലാം ഉണ്ട്, സെറ്റപ്പ്. നമ്മൾ അബ്രോഡ് പോകുമ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കണം. എസ്പെഷ്യലി ഫ്രാൻസിലായിട്ട് നമുക്ക് ഫ്രഞ്ച് പഠിക്കണം. ഫ്രഞ്ച് എങ്ങനെ പഠിക്കും, പുതിയ ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രാൻസിലായിട്ട് നമ്മൾ കുഴപ്പമില്ല, ഫ്രഞ്ച് ആവശ്യമുണ്ട്. നമ്മളിവിടെ പാരീസിലാണ്. അപ്പോൾ നമുക്ക് ഫ്രഞ്ചിനെയും കാട്ടി കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് തമിഴ്. അപ്പോൾ എനിക്ക് തമിഴ് അറിയാം. എനിക്ക് തമിഴ് അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിലുള്ള ആളും തമിഴാണ്. ഇവിടെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ പ്ലേസസിലും ജോബ്സ് നിറയെ വർക്ക് ചെയ്തതും കുറേ കടയിട്ടിട്ടുള്ളതും കുറേ വർക്കേഴ്സ് എല്ലാവരും മോസ്റ്റ്ലി തമിഴ്സാണ്, അല്ലെങ്കിൽ ശ്രീലങ്കൻ തമിഴ്സാണ്. അപ്പോൾ ആൾക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. നല്ലോണം നമുക്ക് വിളിച്ച് ലീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലീഡ്സ് തരും. ആൻഡ് എവിടെയൊക്കെ ജോലി ഉണ്ട്, എവിടെയൊക്കെ ജോലി നോക്കാം, എങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്ഥലത്ത് പോയി നമ്മൾ ജോലി നോക്കാം, എല്ലാത്തിനും ഹെൽപ്ഫുള്ളാണ്. പക്ഷെ ഒരു കാര്യം തമിഴ് അറിയത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല ഫ്രാൻസിൽ നമുക്ക് ഫ്രഞ്ചാണ് പഠിക്കേണ്ടത്. അല്ല, തമിഴ് പഠിച്ചാൽ ഇവിടെ ജോലി എളുപ്പമായിട്ട് കിട്ടും. അതുകൊണ്ട് തമിഴെങ്കിലും പഠിച്ചിട്ട് വരിക, ഫ്രഞ്ച് പഠിക്കാൻ പറ്റാത്തവർക്ക്. ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് നിറയെ പേര് നമ്മൾ ഇന്നലെ പോയി ജോബ് ഹണ്ട് ചെയ്തപ്പോഴും ഒരുപാട് കടകളിൽ തമിഴാണ് ആവശ്യമുള്ളത്. ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തമിഴ്. ഞാൻ കടയിലൊക്കെ അണ്ണേ ഉങ്ക ജോലി എടുക്കാം, എനിക്കറിയാവുന്ന. എനിക്ക് മനസ്സിലാവും. പക്ഷെ ചില വാക്കുകൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ പക്ഷേ മൈൻഡ് നമ്മൾ മലയാളത്തിൽ ഇതാണോ പറയുന്നത്, തമിഴ് അപ്പോൾ എന്താ പറയണ്ടേ, മൊത്തത്തിൽ കൺഫ്യൂഷൻ. നമ്മൾ
ലൊക്കേഷനിൽ എത്താറായി. നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയ സ്റ്റേഷൻ എൻ്റെ പേരിൻ്റെ വരുന്ന പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമായിരുന്നു ഈ ട്രെയിനിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ ആ ബോർഡിൽ എച്ചിന് ഒരിടത്തും കണ്ടില്ല. അങ്ങനെ തേടി നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് അവിടുന്ന് വീണ്ടും എൻ്റർ ചെയ്തു. അവിടെ ഇരിക്കുന്നത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. പിന്നെ 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും. അവിടെ നിന്ന് ഒരു 300 മീറ്റർ നടക്കണം. 12 o'clock മുമ്പ് എത്താൻ വേണ്ടി. ഇപ്പോൾ 11:40 ആയി. പ്രതീക്ഷിച്ചില്ല 2 സ്റ്റോപ്പ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് നോക്കാം. ഹായ് ഗൈസ്, നമ്മളപ്പം ഒരു കടയിൽ പോയി, ഒരു ആലിമെന്റേഷൻ പ്രൊവിഷണൽ സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ ജോബ് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടാണ്. ഇന്റർവ്യൂ അവിടെ അതായത് ഞാൻ പോവാം അങ്ങനെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മറ്റേ കുട്ടിയും കൂടെ വിളിക്ക് അങ്ങനെ വന്നു. അത് കഴിഞ്ഞപ്പോൾ കോള് വരുന്നു, 2 ആമ്പിള്ള ഇവിടെ പുറത്ത് വന്നത് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അവർക്ക് ഇന്റർവ്യൂ ഉണ്ട്, ഒരാളെ മതി അവർക്ക്. അപ്പം നമുക്ക് വേറെ നമ്മൾ നോക്കണം, നോക്കാൻ പോവാം. ലൊക്കേഷനിലേക്ക് ഒരു ജോബ് ഉണ്ട് നമുക്കൊരു ഒരാൾ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ്. അതിന് വേണ്ടി സ്റ്റേഷനിൽ. പക്ഷെ ഒരു കാര്യം, എല്ലാരും മലയാളികളാ ഇവിടെ നിൽക്കുന്ന, എല്ലാരും മലയാളികളാ. ഈ ഷോപ്പിനകത്ത് എല്ലാവരും മലയാളികളാ. നമ്മൾ ഇന്നലെ പോയോ ഒന്നുകിൽ തമിഴ് അല്ല മലയാളി. നമ്മളിങ്ങനെ പോകുമ്പോ ഒരു ചേച്ചി ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ല, ജോലി ഉണ്ടോ? അത് പുള്ളിക്കാരൻ ജോലി ഇല്ല, ഇപ്പൊ അവിടെ ആരെയും റിക്രൂട്ട്മെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ഇവിടെ നമുക്കും വെക്കേഷൻ, പാരീസിൽ എല്ലാവർക്കും വെക്കേഷൻ അല്ല. അപ്പോൾ എല്ലാവരും പാരീസിലുള്ളവരൊക്കെ ഓൾറെഡി മേ ബി വന്ന് അപ്ലൈ ചെയ്ത് ജോലിയൊക്കെ എടുത്തതാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ. ഇവിടെയും കുഴപ്പമില്ല, ഇങ്ങനെ നല്ലതായിരുന്നു, നല്ലോണം സംസാരിച്ചു, നല്ല പുള്ളിക്കാരനാണ്. നമ്മൾ മെസ്സേജ് അയക്കാൻ നമ്മൾ മെസ്സേജ് ചെയ്ത് ഓക്കെയാണ്, ജോബിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേറെ നമ്മളുടെ ട്രെയിൻ വന്നു. പിന്നെ ഞങ്ങൾ നേരെ ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. അവിടെ ഇവിടുന്ന് ഒരു 1 hour ഉണ്ട്. വീണ്ടും എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. ബൈ. ഇപ്പം നമ്മൾ 2ാമത്തെ ബസ്സിൽ കയറി വേറൊരിടത്തോട്ട് പോകാനെന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? ഇത് ട്രാമാണ്. അപ്പം അവിടെ ഇറങ്ങിയിട്ട് ഇനി ഞങ്ങൾക്കൊരു ബസ്സും കൂടെ കയറണം. പിന്നെ നല്ല ക്ലൈമറ്റാ, മഴയൊന്നുമില്ല. അതുകൊണ്ട് Merci de ne rien oublier à bord du train. Please make sure you take all your belongings with you. Asegúrate de no olvidar no dejar nada en el tren. ഇവിടെ നിയർ ആയിട്ടാണ് എയർപോർട്ട്. സോ കൊള്ളാം. ഞങ്ങളിപ്പോൾ ട്രാം ഇറങ്ങി, ഇനി ഞങ്ങൾ അടുത്തൊരു ബസ് കയറണം. അതിന് വേണ്ടിയിട്ട് പോവാം. ഇപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ കയറി നമുക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, ഇത് തന്നെ ആണോ? കാരണം ഇത് നമ്മൾ പേര് അവിടെ കൊടുത്തിരിക്കുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനായി. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ആ ചെറുക്കൻ നല്ല വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു പുള്ളിക്കാരൻ ഇരിക്കും. ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ മോനായിരിക്കും അത്, അറിയാൻ വയ്യ. ഇതാണ് ബസ്. സോ നമ്മളിപ്പം ജോബ് അവിടെ പോയപ്പം അവർ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. വൈകുന്നേരം വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു സൂപ്പർ മാർക്കറ്റാണ്. കുറച്ച് അവിടെ അടുത്ത് നിറയെ കടകളൊക്കെ ഉണ്ട്. ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നല്ലൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ അവിടെയൊക്കെ സംസാരിച്ച് ഇറങ്ങിയിട്ട് ബസ്സൊക്കെ കയറി. ഇപ്പോൾ നമ്മൾ സ്റ്റീഫൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി, സ്റ്റീഫൻ ഗാർഡൻ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഇന്നലെ നമ്മൾ പോയ മറ്റെല്ലാം ഇന്ത്യൻ സ്റ്റോഴ്സും ശ്രീലങ്കൻ സ്റ്റോഴ്സൊക്കെ ഉള്ള ഏരിയ ആണ്. നമ്മളിതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. അവിടെ പോയി നല്ലൊരു ലഞ്ച് കഴിക്കാമെന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചെറിയ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം ഒരു ട്രെയിനൊക്കെ പോയി. ഇനി അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിൽ 5 മിനിറ്റ് വരും. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിക്കാം ഗാദനോദ് എങ്ങനെയാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ സോർട്ടി കണ്ടുപിടിക്കാൻ എന്ത് പാടാന്നറിയോ? എക്സിറ്റ് കണ്ടുപിടിക്കാൻ നല്ല പാടാം. ഞങ്ങളപ്പോൾ KFCയിൽ കയറാമെന്ന് വിചാരിച്ചു. നിയറായിട്ട് ഒരെണ്ണം ഉണ്ടല്ലോ വീട്ടിൽ. ബർഗർ കിങ് ഒക്കെ ഉണ്ട്. ബർഗർ കിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. കൊള്ളാം. നമ്മളും ഗാദിനോദിൽ ഈ സൈഡ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതിനു മുമ്പേ ഇന്ത്യൻ അവിടെ സ്റ്റോഴ്സ് ഉള്ള സൈഡായിരുന്നു. സോ ഇത് കൊള്ളാം. ഇവിടെ ഒരു നൈസ് ഒരു സെറ്റപ്പ്. കൊള്ളാം. പ്രോപ്പർ പാരീസ്. അപ്പുറത്ത് കറക്റ്റ് തമിഴ്നാട് അല്ലേ? നമ്മളിപ്പോൾ കറക്റ്റ് ഗാർദനോറിൻ്റെ മറ്റേ ഇന്ത്യൻ സ്റ്റോഴ്സ് ഒക്കെ ഉള്ള ആ ഒരു ഏരിയയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഫുൾ ശ്രീലങ്കൻ തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള കടകളൊക്കെ ഇവിടെ നിറച്ച്.
പിന്നെ അങ്ങോട്ടെല്ലാം കണ്ടോ തമിഴ്. ടാക്സിയാണേ. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? വണ്ടർഫുൾ. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല തളർച്ചയുണ്ട്. കുറച്ച് തണുപ്പായാണ് ജാക്കറ്റൊക്കെ വാരിയെടുത്തിട്ടു. ഞാൻ ഇട്ടില്ല. നമ്മൾ വീട്ടിലേക്ക് ഇനി സാധനങ്ങൾ ഇന്നലെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കി സാധനങ്ങൾ കുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിഡിലും കൂടെ പോയിട്ട് ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു അടുത്തൊരു ലിഡിൽ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കിട്ടി. സോ നമ്മൾ അതിനുവേണ്ടി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. 3 മിനിറ്റിൽ ബസ് അവിടെ കാണിക്കുന്നുണ്ട്, അറിയത്തില്ല. സ്റ്റോറി നോക്കാം. നമ്മൾ നാട്ടിലെത്തിയതുപോലെ ഉണ്ട്. അതെ. ഇവിടെ എല്ലാം കണ്ടോ, എല്ലാം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ശ്രീലങ്കൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നിറയുണ്ട്. നമ്മൾ ആ ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ വെളിയിൽ ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിടത്തില്ലേ, അതുപോലത്തെ അയ്യ സ്റ്റോർ, ഗുഡ് മേക്കപ്പ് സ്റ്റോർ എല്ലാം ഉണ്ട്. അതാണ്ട് നമ്മുടെ നാട്ടിലെ സാരി, ജുവലറീസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പം ലിഡിലോട്ട് പോവുകയാണേ. ഇത് കണ്ടിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എവിടെ പോയാലും. പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്. പക്ഷെ ഇത് ഈ ഏരിയയിലോട്ട് അധികം ഇന്ത്യൻസും ഒക്കെ കുറവാന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ലിഡിലോട്ട് സാധനം മേടിക്കാൻ വന്നപ്പോൾ ഈ ഏരിയയ്ക്ക് എന്തായാലും ഫ്രഞ്ച് ആൾക്കാർ തന്നെ ആയിരിക്കും. കശ്മീരി റെസ്റ്റോറൻറ്റ് അതെല്ലാം പക്ഷെ ക്ലോസ്ഡ് ആണ്. ഈ ടൈം ആയിരിക്കത്തില്ല ചിലപ്പോൾ തുറക്കുന്നത്. അവൻ്റെ ഫ്രണ്ടിൽ ഒരു ആനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആന ഇതെനിക്ക് തോന്നുന്നു ഓപ്പൺ ആണ്, പക്ഷെ ഈ ടൈം അല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ലിഡിൽ വന്നിരിക്കുന്നു. നമ്മൾ ലിഡിലിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണല്ലോ. എല്ലാ ലിഡിലും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സോ നമ്മളിപ്പം എല്ലാം കഴിഞ്ഞ് പർച്ചേസൊക്കെ കഴിഞ്ഞ് 2-3 ട്രെയിനിൽ കയറി എന്താ പറ്റുന്ന പറഞ്ഞാൽ, സോ നമുക്ക് എയർപോർട്ടിൽ പോകേണ്ട ട്രെയിനാണ് നമ്മൾ എടുത്തത്. അപ്പം എയർപോർട്ടിലേക്ക് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ട്രെയിൻ നിൽപ്പുണ്ടായിരുന്നു. സോ നമ്മൾ വിചാരിച്ചു അത് എയർപോർട്ടിലേക്ക് ട്രെയിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കയറി. അത് എയർപോർട്ടിലേക്കുള്ള ട്രെയിനാണ്. സൂപ്പർ ഫാസ്റ്റ് എന്തായിരുന്നു, എക്സ്പ്രസ് ട്രെയിനാണ്. ദാറ്റ് മീൻസ് നടുക്കത്തെ ഒരു സ്റ്റോപ്പിൽ നിർത്തത്തില്ല. ഒരു സ്റ്റോപ്പ് മെയിൻ സ്റ്റോപ്പിൽ മാത്രമേ നിർത്തത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ എക്സ്പ്രസ് ഇല്ലേ, കൊച്ചു സ്റ്റോപ്പുകളൊന്നും നിർത്താത്ത, അതുപോലെ തന്നെ അപ്പം 2ആയിട്ട് തിരിയുന്ന ഒരു സ്റ്റോപ്പിൽ മാത്രമേ നിർത്തും. പിന്നെ ഡയറക്റ്റ് എയർപോർട്ടിലേക്കാണ്. അപ്പം ആ സ്റ്റോപ്പിൽ ഇറങ്ങി അതിൻ്റെ ബാക്കിൽ കൂടെ വന്ന നെക്സ്റ്റ് ട്രെയിൻ നമ്മൾ കയറി നമ്മളെ സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പോൾ നമ്മൾ 6:42 അല്ലേ ബസ്. ആ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതൊരു 5 മിനിറ്റ്സ് ഒക്കെ ആവും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഫുൾ കുറച്ച് കാട് പോലത്തെ ഏരിയയാണ്. നിറയെ കാട് ഉണ്ട്. പിന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ആണെന്ന് തോന്നുന്നു. പോസ്റ്റ് വന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതും കാട് പിടിച്ച് കിടക്കുക. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഔട്ട്സ്കേർട്ടിലോട്ടൊക്കെ പോയപ്പോൾ നിറയെ പച്ചപ്പ്. അപ്പോൾ നാട് വളരെ രീതിയിൽ റിലേറ്റബിളായി, നാട് തന്നെ. ഞങ്ങൾ ഇന്ന് പോയപ്പോൾ ഇന്നലെ പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് ഫുഡ് കഴിക്കാൻ കയറിയിട്ടും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ഒന്നാമത്തെ കാര്യം, ഫുഡ് കണ്ടപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. നമ്മൾ പിന്നെ ഇന്ന് KFC-യിലാണ് കയറി കഴിച്ചത്. വേറെ പ്രത്യേകിച്ച് പക്ഷെ കയറി കഴിക്കുന്നതിൻ്റെ ഇടയിൽ പോലീസിൻ്റെ ഒരു ചേസ് ഉണ്ടായിരുന്നു. നമുക്കല്ല, ആരോ എന്തോ ചെയ്ത് അവരെ പോലീസ് പിടിക്കാൻ ഓടിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം നോക്കിയിരുന്നു. നമുക്ക് പിന്നെ അടുത്തവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് നോക്കിയിരിക്കുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. പിന്നെ നമ്മൾ പോയ എല്ലാ കടയിലും മലയാളികൾ, എല്ലായിടത്തും മലയാളികൾ. ഇവിടെ ആക്ച്വലി ജോബ് കിട്ടാൻ നമ്മളിപ്പം വേറൊരു പ്ലേസിൽ നിന്ന് വന്ന് പാരീസിൽ ജോബ് തേടുന്നതുകൊണ്ട് നമുക്ക് നല്ല സ്ഥലങ്ങളോ എവിടെയായിരിക്കും ജോബ് ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും ചോദിച്ചത്. അപ്പോൾ ഓൾറെഡി ഇവിടെ പാരീസിലുള്ള ആൾക്കാരാണെങ്കിൽ ഐ തിങ്ക് അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കണ്ടുപിടിക്കും. ബിക്കോസ് അവർക്ക് ഓൾറെഡി സ്ഥലമൊക്കെ യൂസ്ഡ് ആയിരിക്കും അങ്ങനെയൊക്കെ. പിന്നെ ഒരു കാര്യം, നമ്മൾ എല്ലായിടത്തും CV കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവർ CV എടുത്ത് വയ്ക്കുന്നത് ഓൾറെഡി ഒരു 100 CV ഉള്ള ഒരു ബണ്ടിലേക്കായിരിക്കും നമ്മളെ CVയും കൊണ്ട് വയ്ക്കുന്നത്.
അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരാൾ റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ ലീഡ് തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കിട്ടാൻ. അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ അലയേണ്ടി വരും, കുറച്ച് അധികം തന്നെ അലയേണ്ടി വരും. ബിക്കോസ് നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ സി വി പിടിച്ച് നടപ്പുണ്ട്. അപ്പം നമുക്ക് എന്താ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനേ ഉള്ളൂ. പിന്നെ എല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. നമ്മളിപ്പോൾ 2-3 പേർക്ക് അവർ വിളിക്കും എന്ന് പറയുന്നുണ്ട്. ഇതാണ് മറ്റേ നാവിഗോന്റെ കാർഡ്. ഈ കാർഡ് ത്രൂ ആണ് നമുക്ക് ബസ്സും ട്രാമും മെട്രോയും എല്ലാം നമുക്ക് ടാപ്പ് ചെയ്തിട്ട് കയറേണ്ട. ഇതിന് ആപ്പും ഉണ്ട്. ആപ്പിലൂടെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. എന്തായിരുന്നു IDF നാവിഗോ ആപ്പാണ്. അതിൽ കൂടെ റീചാർജ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റേഷനിലോ ട്രെയിൻ സ്റ്റേഷൻസിലൊക്കെ റീചാർജ് ചെയ്യാം. പക്ഷെ നല്ല ഇപ്പോൾ വെയിലടിക്കുന്നുണ്ട്. ഇത്തിരി നേരം നല്ല തണുപ്പുണ്ടായിരുന്നു. സോ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴാണ് നമ്മൾ വീഡിയോ എൻഡ് ചെയ്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോലം. ഇന്നെന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾ അലഞ്ഞു. അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നോക്കാം എന്തായാലും. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പാരീസിൽ ജോബ്സൊക്കെ ഉണ്ടെങ്കിൽ, ലീഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്കും അറിയിക്കുക. നമുക്ക് ആരെങ്കിലും അറിയെങ്കിൽ നമ്മളും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാം. ബിക്കോസ് ഇവിടെ ഈച്ചതർ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. നമ്മളങ്ങ് തനിച്ച് പോയി എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉണ്ടാക്കി പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഈച്ചതർ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. സോ ഇവിടെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചോദിക്കുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചുമ്മാ വെളിയിൽ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആളെ കാണുമ്പോഴോ അവരത്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മലയാളീസ് ഒക്കെ ആയിരിക്കും നല്ല ഹെൽപ്പ്. നമ്മൾ പറയും മലയാളികളാ, പക്ഷെ അല്ല, മലയാളികളെ ഹെൽപ്പ് ചെയ്യും മാക്സിമം പറ്റുന്ന തരത്തിൽ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്ത് പോലും ഇല്ല. എന്നിട്ട് എത്ര പേരെ ഹെൽപ്പ് ചെയ്യുന്നത് അറിയാം. ഇപ്പോൾ ഇൻ കേസ് ഞാനിവിടെ വന്ന് എനിക്കിവിടെ ആരെ അറിയില്ല, പക്ഷെ എനിക്കിപ്പോൾ എത്ര കണക്ഷൻ ഉണ്ടെന്ന് അറിയാമോ? കാരണം ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരാളുടെ നമ്പർ വരും, ആ പുള്ളിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അടുത്ത നമ്പർ വരും. അങ്ങനെ കണക്ഷൻ കിട്ടിയാൽ ഇവിടെ അവരെല്ലാവരും നമ്മളെ സെയിം അവസ്ഥയിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ വേദന അറിയാം. അതുകൊണ്ട് ബിക്കോസ് ഡിഫിക്കൽട്ടാണ്, ജോബ് മാർക്കറ്റ് നല്ല ഡിഫിക്കൽട്ടാണ്. കുറേ പേര് കോളേജ് കഴിഞ്ഞാലും നല്ല ജോലി കിട്ടാതെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. സോ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നവരുണ്ട്, കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ തന്നെ നല്ലോണം പിന്നീടാവാന്ന് വിചാരിച്ച് ഒന്നും പോസ്റ്റ്പോൺ ചെയ്യരുത്. കോളേജ് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് പഠിക്കാൻ വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ സ്കിൽസൊക്കെ നല്ലോണം ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അതായിരിക്കണം നിങ്ങളുടെ മെയിൻ. എനിക്ക് തോന്നുന്നു പാരീസിൽ വരുന്ന മിക്കവരും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കടയിൽ കയറുക, വർക്ക് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ കുറേ കണ്ടു അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എന്നാ ഡ്രോപ്പ് ചെയ്യുന്നത്, ഡ്രോപ്പ് ഔട്ട് ആവൂ? നമ്മൾ പറഞ്ഞു ഇല്ല, നമ്മൾ പാരീസിലല്ലല്ലോ, നമ്മൾ പുറത്തായതുകൊണ്ട് നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് നല്ല കോളേജ് പഠിക്കുന്നതുകൊണ്ടും നമുക്കത് ഡ്രോപ്പ് ചെയ്യാൻ നമുക്ക് മനസ്സിൽ വരത്തില്ല. ഇവർ എന്താ 8,000 9,000 യൂറോസൊക്കെ വന്നിട്ട് 1 ഇയർ 6 മന്ത് കോഴ്സ് കഴിഞ്ഞ് ജോബ് ചെയ്ത് എന്നിട്ട് പഠിക്കാൻ പോകാണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെയാണ് നിൽക്കുന്നത്. എല്ലാം ഉടായ്പ തന്നെ. സോ നമ്മളുടെ മെയിൻ എയിം സ്റ്റഡീസിലാണ് എന്നാണ് നിങ്ങളുടെ മെയിൻ എയിം എങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ പാർട്ട് ടൈം ജോബ് ഒക്കെ സെക്കൻഡറി ആണ്. കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് നീ നാട്ടിൽ പോവാം. നിങ്ങൾക്ക് ഇത്രയും ലോങ് വെക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ആൻഡ് റെന്റിൽ സേവ് ചെയ്യാം, നാട്ടിൽ പോവാം. അല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം. പക്ഷേ ക്ലാസ് തുടങ്ങുമ്പോൾ കോളേജിൽ കയറിയൊക്കെ പഠിക്കുക. അതിനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.